നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ്. തേങ്ങ അരച്ച് ചേർത്ത് വെക്കുന്നതാണ്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറുത്ത കടല 1 കപ്പ്, 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് നീളത്തിൽ കീറിയത് 4 എണ്ണം, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ബേ ലീഫ് 1 എണ്ണം, തക്കാളി ചെറുതായി അരിഞ്ഞത് 1 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, ഏലക്ക 2 എണ്ണം, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കറുവപ്പട്ട 1 ചെറിയ കഷ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, തിരുമിയ തേങ്ങ 1/2 കപ്പ്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് 2 എണ്ണം, ഉണക്കമുളക് 4 എണ്ണം, കറിവേപ്പില 1 തണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കടല നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഏറെ ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഒരു 7 മണിക്കൂറോളം അത് കുതിർത്തെടുക്കണം. അങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒരുപാട് ബ്രൗൺ ആകണ്ട. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ബേ ലീഫ്, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ തക്കാളി നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന കടല ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ചു. നമുക്ക് ഇതാണ് ഗ്രേവി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനിയും അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞു ചേരും. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ആ ഗരം മസാല എല്ലാം കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ പെരിഞ്ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി. നമുക്ക് ഇത് പൊടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിനോടൊപ്പം കുറച്ച് കടല, കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം തന്നെയാണ് ഇതിന് ഗ്രേവി ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ വെള്ളം ഊറ്റിക്കളയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം അത് വേവിക്കുമ്പോൾ ഒഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടെ. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കടലയും കൂടെ ഉള്ള ആ അരപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കടലക്കറി റെഡിയായി. അതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു തുടങ്ങി. നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് വയ്ക്കുന്നതുകൊണ്ട് തേങ്ങയിലുള്ള വെളിച്ചെണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു തുടങ്ങി. ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഇത് അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലപ്പം ഉണ്ടാക്കുന്നതും ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിലുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ വീഡിയോസ് കിട്ടും. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് എല്ലാവരും യൂട്യൂബിലെ പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.